ഷേപ്പ് കട്ട് ചെയ്ത് അതിനുള്ളിലെ വെള്ളത്തിലാണ് കേട്ടോ ക്ലേ ഇട്ട് വെച്ചിരിക്കുന്നത്. പരുവമാകുന്നത് വരെ നമ്മുടെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. പക്ഷെ പരുവമായി കഴിഞ്ഞാൽ ഒട്ടത്തില്ല. ഇപ്പതേ കറക്റ്റ് പരുവായിട്ടുണ്ട് എന്ന് വെച്ചാൽ സെറ്റ് ആകാൻ പാടില്ല കേട്ടോ. ഒരു കോഴിമുട്ടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനാട്ടാ. ഇപ്പതേ കുട്ടികൾക്കൊക്കെ മത്സരം നടക്കുമല്ലേ, LP UP തലത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വലിയ ഭാഗം ഒന്ന് ചരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റീൽ പാത്രത്തിലേക്കാണ് കേട്ടോ. ഒരു സൈഡ് വണ്ണം കൂട്ടി നൂല് പോലാക്കി ഈ സെറ്റ് പോലെ വളച്ചടിച്ച് നമ്മൾ ഇതുമേലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുവാറേട്ടാ. രണ്ട് കൈയും കൂടി അങ്ങ് വെച്ച് കൊടുത്തിട്ട് അതിന്റെ ചുണ്ടാണ് കേട്ടോ ഈ കൂർപ്പിച്ച് വെച്ച് കൊടുക്കുന്നത്. മുത്ത് പോലെ രണ്ട് കണ്ണും കൂടി അങ്ങ് വെച്ച് കൊടുത്ത് ടൂൾ ഉപയോഗിച്ചേ ഒന്ന് കാർവ് ചെയ്ത് ആവശ്യമുള്ള ഷേപ്പ് ആക്കി എടുക്കുവാറേട്ടാ. ഈ ടൂളും ക്ലേയും ഒക്കെ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. ചുണ്ടിൽ നിന്നും കണ്ണിൽ നിന്നും ഒക്കെ വരുന്ന ലൈനില്ലേ, അതൊന്ന് ഞരമ്പ് പോലെ അങ്ങ് താഴേക്ക് ഇറക്കി കൊടുക്കുവാണ്. ഒടിവുകളൊക്കെ വരുന്ന സ്ഥലത്തെ നല്ലൊരു ഡെപ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ശില്പത്തിന് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒക്കെ വീണിട്ട് നല്ലൊരു ഗുമ്മ് വരത്തുള്ളേ. അപ്പൊ വെള്ളം നനച്ചെന്ന് സ്മൂത്ത് ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുവാണ്. ടെക്സ്ചറും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കളിമൺ തവളക്കുട്ടൻ എങ്ങനെയാണെന്ന് നോക്കി, സൂപ്പർ അല്ലേ? ഇതൊക്കെ ജില്ലാളിയാണ് കേട്ടോ.